ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ വിഷ്ണു ഓമനക്കുട്ടൻ .4ൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് റോയൽ എൻഫീൽഡ് ഹിമാലയൻ വണ്ടിയുടെ ക്ലച്ച് കത്തിയിട്ടൊരു വണ്ടി വന്നു. ആ വണ്ടിയുടെ ക്ലച്ച് പ്ലേറ്റ് മാറുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഇതിന് 8ൻ്റെ ഒരു ടീ സ്പാനർ ഉപയോഗിച്ചാണ് ഇതിൻ്റെ സ്ഥലത്ത് ബോട്ടെല്ലാം ഉപയോഗിക്കുക. അതിനുശേഷം ഇത് നമ്മുടെ ഓയിൽ കൂളറിൻ്റെ ലൈനാണ്. ഇത് നമ്മൾ 17ൻ്റെ ഒരു സ്പാനർ ഉപയോഗിച്ചാണ് അടിച്ചു മാറ്റിയത്. അതിനകത്ത് 2 വാഷറും കാര്യങ്ങളും വരുന്നുണ്ട്. ആ വാഷറെല്ലാം നമ്മൾ നോക്കി വെച്ചേക്കുക. അതിനുശേഷം നമ്മൾ ഈ സൈഡുകളിലെ 8ൻ്റെ ബോൾട്ടെല്ലാം ലൂസ് ചെയ്യുക. ലൂസ് ചെയ്തിട്ട് നമ്മൾ സൈഡുകൾ ഇളക്കി മാറ്റുക. അതാണ് നമ്മുടെ ആദ്യത്തെ ജോലി. എല്ലാം 8ൻ്റെ ബോൾട്ടുകളാണെങ്കിലും പക്ഷേ ബോൾട്ടുകൾക്ക് നീള വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. ആ നീള വ്യത്യാസങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് തന്നെ തിരിച്ച് സെറ്റ് ചെയ്യുമ്പോൾ ഇട്ട് മുറുക്കുക. അല്ലെങ്കിൽ എഞ്ചിൻ്റെ ഭാഗത്തെ ത്രെഡ് പോകാൻ ചാൻസ് കൂടുതലാണ്. അത് നമ്മൾ നീള വ്യത്യാസങ്ങൾ എപ്പോഴും ഓർത്തിരിക്കേണ്ടത് ഒരു പ്രധാന ഘടകം തന്നെയാണ്. എല്ലാ ബോൾട്ടുകളും ഊരിയെന്ന് ഉറപ്പ് വരുന്നതിന് ശേഷം നമ്മൾ സൈഡുകൾ അഴിച്ച് മാറ്റുക. അകത്ത് പാക്കിംഗ് ഉള്ളതുകൊണ്ട് ചെറിയൊരു ടൈറ്റ് വരും. അത് നമ്മൾ ചെറുതായിട്ടൊന്ന് അനക്കി പതുക്കെ ക്ലച്ച് കവർ ഊരിയെടുക്കണം. ഇതാണ് ക്ലച്ച് കവർ. ഇതാണ് നമ്മുടെ കത്തിയ ക്ലച്ച്. ഇത് നമ്മുടെ പാക്കിംഗ് ആണ്. അത് മെറ്റൽ പാക്കിംഗ് ആണ് ഹിമാലയനകത്ത് വരുന്നത്. മെറ്റൽ പാക്കിംഗ് ആണ്. അത് നമ്മളങ്ങനെ പെട്ടെന്ന് മാറേണ്ട ആവശ്യമില്ല. ഇത് ക്ലച്ചിൻ്റെ ബെയറിങ്ങും, ഇത് സ്ലീവുമാണ്. ഇത് ബെയറിങ്, ഇത് സ്ലീവുമാണ്. അത് നമ്മൾ സൂക്ഷിച്ച് മാറ്റി വെക്കുക. അതിനുശേഷം നമ്മൾ ക്ലച്ച് അഴിച്ചെടുക്കണം. അതിനകത്ത് ക്ലച്ച് നെട്ടും അതിനകത്തൊരു ലോക്ക് വാഷറും ഉണ്ട്. ആദ്യം നമ്മൾ ഒരു ലോക്ക് വാഷർ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അത് തട്ടി മാറ്റുക. ആ നെട്ടിനകത്തോട്ട് ലോക്ക് ചെയ്ത് വെച്ചേക്കുവാണ് ആ ലോക്ക് വാഷർ. അത് നമ്മൾ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ചെറുതായിട്ടൊന്ന് തട്ടി മാറ്റുക. അതിനുശേഷം നമ്മൾ 27ൻ്റെ നെട്ടാണ് വരുന്നത്. അതൊരു ബോക്സ് ഉപയോഗിച്ച് ഊരിയെടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ന്യൂമാറ്റിക് ഗണ്ണ് ഉണ്ടായതുകൊണ്ട് ആ ഗണ്ണ് ഉപയോഗിച്ചാണ് നമ്മൾ ക്ലച്ച് നെട്ട് അഴിച്ചെടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ബോക്സ് ലിവർ ആയാലും മതി, ബോക്സ് നെറ്റ് ഉപയോഗിക്കുക. ഇതാണ് ലോക്ക് വാഷറും നെട്ടും ഇതാണ്. അതിനുശേഷം നമ്മൾ ക്ലച്ച് സാവധാനം ഊരിയെടുക്കുക. ഇതാണ് ക്ലച്ച്. അകത്ത് ആ ക്ലച്ച് കത്തിയതിൻ്റെ അംശങ്ങളുടെ ഇരിപ്പുണ്ട്. അതെല്ലാം നമുക്ക് വൃത്തിയാക്കണം. നന്നായിട്ട് കത്തിയിട്ടുണ്ട്. ഇതാണ് ക്ലച്ച് പ്ലേറ്റ് കത്തിയേക്കുന്നത്. നമ്മൾ അധികം ഓടാത്ത വണ്ടി ആയതുകൊണ്ട് ഈ ക്ലച്ചിൻ്റെ പ്ലേറ്റ് മാത്രം മാറി വിടുന്നേ ഉള്ളൂ. അതിനുവേണ്ടി നമ്മൾ ഒന്നുകൂടി ക്ലച്ച് കയറ്റിയിട്ടിട്ട് 10ൻ്റെ ബോൾട്ടാണ് വരുന്നത്. ഈ 6 ബോൾട്ടുകളും അടിച്ച് മാറ്റുക. 10ൻ്റെ ബോൾട്ട് ടീ സ്പാനർ ഉപയോഗിച്ചാണ് നമ്മൾ ബോൾട്ടുകളെല്ലാം അടിച്ച് മാറ്റുന്നത്. നല്ല ലോഡുണ്ട്. ആ സ്പ്രിങ് ഉണ്ടായിട്ട് നല്ല ലോഡിലാണ് നിൽക്കുന്നത്. നമ്മൾ ശ്രദ്ധിച്ച് ഊരുക. ഊരിയതിനു ശേഷം നമ്മൾ സ്പ്രിങ് എല്ലാം പറക്കി മാറ്റി അതിന് ശേഷം ക്ലച്ച് ഹബ്ബിൽ നിന്ന് ഊരിയെടുക്കുക. പ്ലേറ്റ് അത്യാവശ്യം നന്നായിട്ട് കത്തി മാറിയിട്ടുണ്ട്. ആ ക്ലച്ച് താങ്ങി ഓടിച്ചുകൊണ്ടാണ് ഇത്രയും കത്തിപ്പോയത്. ആ ക്ലച്ച് അധികം കിലോമീറ്റർ ഓടിയ വണ്ടിയല്ല ഇത്. ക്ലച്ച് താങ്ങി ഓടിച്ചത് കൊണ്ടാണ് ഈ ക്ലച്ച് കത്തിപ്പോയത്. ഇതാണ് നമ്മുടെ പുതിയ ക്ലച്ച് ഡിസ്കും അതിൻ്റെ പ്ലേറ്റും ഇതാണ് വരുന്നത്. 6 ക്ലച്ച് പ്ലേറ്റാണ് ഇതിനകത്ത് വരുന്നത്. സാധാരണ 6 ക്ലച്ച് പ്ലേറ്റാണ് ഹിമാലയനകത്ത് വരുന്നത്. പുതിയ സ്പ്രിങ്ങും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പുതുതാണ് ഉപയോഗിക്കുന്നത്. ഇതാണ് നമ്മുടെ ക്ലച്ചിൻ്റെ സ്റ്റീൽ പ്ലേറ്റ്. ഇതാണ് ഈ സ്റ്റീലിൻ്റെ പ്ലേറ്റാണ് നമ്മൾ ക്ലച്ച് ഹബിലോട്ട് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം ഓരോ ക്ലച്ച് ഡിസ്കുകളും ഇട്ട് കൊടുക്കുന്നു. സ്റ്റീൽ പ്ലേറ്റ് ഇടുന്നതിന് ഒരു പ്രധാന വശങ്ങളുണ്ട്. ആ വശങ്ങളൊക്കെ നോക്കിയിട്ട് വേണം സ്റ്റീൽ പ്ലേറ്റ് കയറ്റി ഇട്ട് കൊടുക്കാൻ. അതിനുശേഷം നമ്മൾ ഓരോ ക്ലച്ച് പ്ലേറ്റുകൾ പറക്കി ഇട്ട് കൊടുക്കുക. അതേ ഉള്ളൂ. ക്ലച്ച് പ്ലേറ്റിനകത്ത് പ്രത്യേകിച്ച് വശങ്ങൾ വരുന്നില്ല. ഡിസ്കിനകത്ത് പ്രത്യേകിച്ച് വശങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ ഈ സ്റ്റീൽ പ്ലേറ്റിനകത്ത് വശങ്ങളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് അത് കറക്റ്റ് ചെയ്ത് ഇടുന്നത്. ഇതിൽ ആദ്യത്തെ സ്റ്റീൽ പ്ലേറ്റ് ഇടുന്നതിന് മുമ്പായിട്ട് 2
വാഷറുകൾ വരുന്നുണ്ട്. അത് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വിട്ടുപോയതാണ്. 2 വാഷറുകൾ വരുന്നുണ്ട്. ആ വാഷറിനെ പറയുന്നത് ജെൻഡർ വാഷർ എന്നാണ് പറയുന്നത്. അത് നമ്മുടെ വീഡിയോയിൽ എടുക്കാൻ മറന്നുപോയതാണ്. ആ വാഷർ ഇട്ടതിന് ശേഷമാണ് നമ്മൾ ആദ്യത്തെ സ്പീഡ് ബ്രേക്ക് ഇടേണ്ടത്. അതിനുശേഷം നമ്മൾ ഓരോ പ്ലേറ്റുകളും കൃത്യമായിട്ട് തന്നെ നോക്കിയിടുക. നമ്മൾ പ്ലേറ്റുകളെല്ലാം കൃത്യമായി ഇട്ടതിന് ശേഷം നമ്മൾ ക്ലച്ച് ഹബിലോട്ട് കയറ്റി വെച്ചതിന് ശേഷം എൻജിൻ സൈഡിലോട്ട് കയറ്റി വെച്ചു. അതിനുശേഷം നമ്മൾ പുതിയ സ്പ്രിങ്ങുകളെല്ലാം കറക്റ്റായിട്ട് കയറ്റി ഇടണം. അതിനുശേഷം നമ്മൾ ബോൾട്ട് ടൈറ്റ് ചെയ്യുക. ആദ്യമേ നമ്മൾ ടൈറ്റ് ചെയ്തത് നീളമുള്ള 2 ബോൾട്ടുകൾ ഇട്ട് മുറുക്കിയതിന് ശേഷമാണ് ബാക്കി ബോൾട്ടുകളെല്ലാം പിടിപ്പിച്ചത്. അല്ലെങ്കിൽ ആ സ്പ്രിങ്ങിൻ്റെ ടെമ്പർ കാരണം നമുക്ക് കറക്റ്റായിട്ട് പിടിപ്പിക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ നമ്മൾ പുള്ളർ ഉപയോഗിച്ച് ആദ്യത്തെ 2 ബോൾട്ട് മുറുക്കുക. അതിനുശേഷം ബാക്കി ബോൾട്ടുകളാണ് നമ്മൾ മുറുക്കുന്നത്. 10ൻ്റെ ടീ സ്പാനർ ഉപയോഗിച്ചാണ് നമ്മൾ ബോൾട്ടുകളെല്ലാം ടൈറ്റ് ചെയ്യുന്നത്. ടൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓവറായിട്ട് ടൈറ്റ് ചെയ്യാതിരിക്കുക. ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ലെഗ് ഒടിഞ്ഞു പോകുന്നതാണ്. അതുകൊണ്ട് നമ്മൾ ഒരു നോർമൽ രീതിയിൽ അത് ടൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ക്ലച്ചിൻ്റെ ആ ലെഗ് ഒടിഞ്ഞു പോകും. നമ്മൾ ബോൾട്ടുകളെല്ലാം കറക്റ്റായിട്ട് ടൈറ്റ് ചെയ്യുകയാണ്. ബോൾട്ടുകളെല്ലാം കൃത്യമായിട്ട് ടൈറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ ലോക്ക് വാഷർ കയറ്റിയിട്ടു. അതിനുശേഷം നമ്മൾ നെട്ട് പിടിപ്പിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഗണ്ണ് ഉപയോഗിച്ചാണ് ആ നെട്ട് മുറുക്കി കൊടുക്കുന്നത്. ബോക്സിൻ്റെ ലിവർ ഉപയോഗിച്ചാലും മതി. നമ്മൾ ഗണ്ണുണ്ടായതുകൊണ്ട് നമ്മൾ ഗണ്ണ് ഉപയോഗിച്ചാണ് ആ ബോട്ട് മുറുക്കി വയ്ക്കുന്നത്. അതിനുശേഷം നമ്മൾ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ആ വാഷർ ഒന്ന് ലോക്ക് ചെയ്യുക. ആ നെറ്റിന് നേരെ ഒന്ന് ലോക്ക് ചെയ്ത് വെക്കുക. അല്ലെങ്കിൽ ആ നെട്ട് അഴിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അതിന് വേണ്ടിയാണ് നമ്മൾ ആ ലോക്ക് ചെയ്യുന്നത്. ലോക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ സ്ലീവും കയറ്റിയിടുക. അതിൻ്റെ ബെയറിങ്ങും കൃത്യമായിട്ട് കയറ്റിയിടുക. ഇതാണ് ക്ലച്ച് ബെയറിങ്. ഈ ബെയറിങ് തെള്ളി കൊടുക്കുമ്പോഴാണ് ക്ലച്ച് കറക്റ്റ് വർക്കാവുന്നത്. അതിനുശേഷം നമ്മൾ അതിൻ്റെ പാക്കിങ് കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് വെക്കുക. നമ്മൾ ക്ലച്ച് ലിവർ പിടിക്കുമ്പോൾ ഈ ഒരു ഭാഗങ്ങളാണ് ക്ലച്ചിനെ കറക്റ്റായിട്ട് പ്രവർത്തിപ്പിക്കുന്നത്. അത് നമ്മളൊന്ന് ശ്രദ്ധിച്ച് വെക്കുക. അതിനുശേഷം നമ്മൾ സൈഡ് വയർ കയറ്റി ഈ ക്ലച്ചിൻ്റെ കേബിളിൻ്റെ ഭാഗമാണ് അതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മുടെ കൃത്യമായ ഓരോ അളവിൽ ബോൾട്ടുകളുണ്ട്. ആ അളവിൽ തന്നെ ആ ബോൾട്ടുകൾ ഇട്ട് കൊടുക്കുക. ഓരോ നീള വ്യത്യാസങ്ങൾ വരുന്നുണ്ട് ബോൾട്ടിന്. അതിനനുസരിച്ച് ബോൾട്ടുകളെല്ലാം കറക്റ്റായിട്ട് പറക്കിയിടുക. ബോൾട്ടുകളെല്ലാം ഇട്ടതിന് ശേഷമേ നമ്മൾ ഓരോന്ന് ടൈറ്റ് ചെയ്യാവുള്ളൂ. ബോൾട്ടുകളെല്ലാം കറക്റ്റായിട്ട് ഇട്ടു. അതിനുശേഷം നമ്മൾ ടീ സ്പാനർ ഉപയോഗിച്ച് ഓരോ ബോൾട്ടുകളും മുറുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓവറായിട്ട് മുറുക്കാതിരിക്കുക. ഇഞ്ചി സൈഡിലെ ത്രെഡ് പോകാൻ ചാൻസ് കൂടുതലാണ്. മുറുക്കുമ്പോൾ നമ്മൾ ക്രോസ് ആയിട്ടേ മുറുകി പോകാറുള്ളൂ. അല്ലെങ്കിൽ കറക്റ്റായിട്ട് സൈഡുകൾ സീറ്റ് ആവത്തില്ല. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ടേ.